ഞാൻ വിചാരിക്കുന്നു എന്നെ കാണാൻ സാധിക്കുന്നുവെന്ന്. ഇടയ്ക്ക് നെറ്റിന് എന്തോ ഒരു തകരാറ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇപ്പോൾ എന്നെ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. Is it okay now? കാണത്തില്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ഉണ്ടായ ഒരു മൂവ്മെന്റിനെ സംബന്ധിച്ചായിരുന്നു. അപ്പോൾ ക്വാദ്രാദോ ഡിഫൻസ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടന രൂപപ്പെടുകയും ആ സംഘടനയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഡോക്ടർ ലിസ്ബാവോ പിന്റോ, അദ്ദേഹം അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തയ്ക്ക് ഒരു കത്തയക്കുകയും ചെയ്തു. ഈ കത്തിനോട് പ്രതിപദിച്ച മലങ്കര സഭ ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷന് വേണ്ട അപ്പോസ്തോലിക പിന്തുണ നൽകാം എന്ന് ഉറപ്പു നൽകി. ഇതേ തുടർന്ന് ആദരണീയനായ പിന്റോ അഭിവന്ദ്യനായ മലങ്കര മെത്രാപ്പോലീത്തായെയും പരിശുദ്ധനായ പരിമല തിരുമേനിയെയും ബോംബെയിൽ വെച്ച് കാണുകയും ഈ വിഷയങ്ങൾ അവരോട് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് 1886 ഫാദർ അൽവാറീസ് തിരുക്കൊച്ചിയിലേക്ക് വരികയും തിരുവിതാംകൂറിൽ വെച്ച് മലങ്കര മെത്രാപ്പോലീത്തായുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു സംഭാഷണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ മലങ്കര സഭ ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷൻ എന്ന ഈ കത്തോലിക്ക കൂട്ടായ്മയ്ക്ക് എങ്ങനെ പിന്തുണ കൊടുക്കാം എന്ന് ആലോചന നടത്തുകയും അതേ തുടർന്ന് അവരെ മലങ്കരയിലേക്ക് വിളിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് മലങ്കര സഭയിലേക്ക് അൽവാറീസ് തിരുമേനിയുടെ സഭ അടുത്തു വരുന്നത്. ഇതേ തുടർന്ന് 1887 ഫാദർ അൽവാറീസ് മലങ്കരയിൽ വീണ്ടും വരികയും ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷന്റെ ഒഫീഷ്യലായ ഒരു റിക്വസ്റ്റ് മലങ്കര സഭയ്ക്ക് നൽകുകയും തുടർന്ന് ഏതാണ്ട് 3-4 മാസക്കാലം മലങ്കരയിൽ താമസിക്കുകയും മലങ്കര സഭയുടെ വിശ്വാസ ആചാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം തിരിച്ച് സിലോണിലേക്ക് പോവുകയും സിലോണിൽ ചെന്ന് ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷനുമായി ആലോചിക്കുകയും അതിനുശേഷം 1887 കാർവാറിൽ വെച്ച് ഒരു സമ്മേളനം, ഗോവയുടെ തീരപ്രദേശമായിരുന്ന കാർവാറിൽ വെച്ച് ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും ആ സമ്മേളനത്തിൽ ഏതാണ്ട് 4000-ൽ-അധികം ഇൻഡിപെൻഡന്റ് കാത്തലിക് വിശ്വാസികൾ പങ്കെടുക്കുകയും ചെയ്തു. ആ സമ്മേളനത്തിൽ വെച്ച് മലങ്കര സഭയുടെ പേട്രണേജ് അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ടു പോകുവാൻ ഉള്ള തീരുമാനം അവർ പ്രഖ്യാപിച്ചു. ഇത് 1887 സംഭവിക്കുന്ന കാര്യമാണ്. തുടർന്ന് ഇദ്ദേഹം വീണ്ടും മലങ്കരയിൽ വന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയോടും പുലിക്കോട്ടിൽ തിരുമേനിയോടുമൊക്കെ ചേർന്ന് നിന്ന് വിശ്വാസം പഠിച്ച്
ഈ വിശ്വാസത്തിന്റെ ഭാഗമാകുവാൻ തീരുമാനിച്ചു. അങ്ങനെ പരിമലയിലും MD സെമിനാരിയിലും ഇദ്ദേഹം താമസിച്ച് വിശ്വാസം പഠിച്ചതായും ആ കാലഘട്ടങ്ങളിലെ രേഖകളിൽ പറയും. 1888 അൽവാരിസ് തിരുമേനി തിരിച്ച് സിലോണിൽ ചെല്ലുകയും സിലോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദേവാലയങ്ങളായിരുന്ന അവർ ലേഡി ഓഫ് ഗുഡ് ഡെത്ത് കൊളംബോയിലും സെയിന്റ് ഇമ്മാനുവൽ ചർച്ച് പേട്ടയിലും ഈ 2 സ്ഥലത്തുണ്ടായിരുന്ന 2 ദേവാലയങ്ങൾ, ഇത് വലിയ ദേവാലയങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിൽ കൊളംബോയിലെ കത്തോലിക്ക സഭയെ നിയന്ത്രിച്ചിരുന്ന 2 ദേവാലയങ്ങളായി. ഈ ദേവാലയങ്ങൾ ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷന്റെ കൂടെ നിൽക്കും എന്ന ഒരു അഫിഡവിറ്റ് നൽകുകയും ഇവരുടെ നിർദ്ദേശപ്രകാരം വീണ്ടും 1888 ഇവരുടെ മെമ്മോറാണ്ടവുമായി ഒരു ഭീമഹർജിയുമായിട്ടാണ് വീണ്ടും അൽവാരിസ് തിരുമേനി മലങ്കരയിലേക്ക് വരുന്നതും കോട്ടയത്ത് വന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സാന്നിധ്യത്തിൽ പുലിക്കോട്ടിൽ തിരുമേനിയോട് സംസാരിക്കുകയും ഇതിന്റെ ഫലമായി 1888 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഫാദർ അൽവാരീസിനെ അപ്പോസ്തോലിക് പ്രിഫെക്ട് ഓഫ് ദ ചർച്ച് ഇൻ സിലോൺ, ഗോവ ആൻഡ് ഇന്ത്യ എന്ന നാമധേയത്തിൽ അപ്പോസ്തോലിക് പ്രിഫെക്ട് എന്ന പുതിയ സ്ഥാന നാമത്തോടുകൂടി അവരോധിച്ചു. ഇത് ഈ അൽവാരിസ് തിരുമേനിയുടെ സഭയുടെ മലങ്കരയിലേക്കുള്ള വരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇദ്ദേഹത്തെ തദ്ദേശീയരായിരുന്ന അന്നത്തെ ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷൻ അംഗങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു അപ്പോസ്തോലിക പിന്തുടർച്ച അവകാശം അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആ സഭയ്ക്ക് നൽകാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി. അന്ന് കാലത്ത് 1888 ഗോവയിൽ നിന്ന് ഇറങ്ങിയിരുന്ന ചില പത്രങ്ങളിലെ കുറിപ്പുകൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അദ്ദേഹത്തിന് ഒരു ചുവന്ന കാസക്കും അതിന് മുകളിൽ ഒരു പിങ്ക് കാസക്കും അതിനു മുകളിൽ ഒരു ചുവന്ന അരപ്പട്ടയും കത്തോലിക്ക പാത്രിയർക്കീസന്മാർ ഉപയോഗിച്ചിരുന്ന കപ്പല്ലോ റൊമാനോ എന്ന് പറയുന്ന വലിയ വട്ടത്തൊപ്പിയും ആയിട്ടാണ് ഇദ്ദേഹം 1888 ഓഗസ്റ്റ് 15-ന് കൊളംബോയിൽ എത്തുന്നത്. ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിയും കൂടിയാണ് കൊളംബോയിൽ എത്തുന്നത്. ഈ സമയത്ത് വലിയ ഒരു സ്വീകരണം കൊടുത്തതായി ആ കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്ന പത്രങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പദവി മാത്രമല്ല കൊടുത്തിരുന്നത്, ഇതിന്റെ കൂടെ ഇദ്ദേഹത്തിന് പരിശുദ്ധ മൂറോനും കൊടുത്തതായി കാണുന്നു. എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷൻ എന്ന ഈ സഭയുടെ പേട്രണേജ് നമ്മൾ ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി. ഇത് ഒരു വലിയ വിപ്ലവമാണ് സിലോണിൽ ഉണ്ടാക്കിയത്. ഏതാണ്ട് 18 മാസത്തോളം പൂട്ടിക്കിടന്നിരുന്ന പള്ളികൾ തുറക്കപ്പെട്ടു. നെഗുമോയിലും മാന്നാർ, പേട്ട, കൊളംബോ, പരപ്പടാങ്കൽ എന്നൊക്കെ പറയുന്ന പ്രവിശ്യകളിലൊക്കെ ദേവാലയങ്ങൾ തുറക്കപ്പെട്ടു. ഇത് സ്വതന്ത്ര കത്തോലിക്ക മൂവ്മെന്റിന് വലിയ ഊർജമായിരുന്നു. ഏതാണ്ട് 10ഓളം വൈദികർ ആ സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്ന ഈ സംഘങ്ങൾ എല്ലാവരും കൂടി മാന്നാറിൽ കൂടുകയും അത് 1888 ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് അവിടെ കൂടിച്ചേരുകയും അവിടെ അവരുടെ ഒരു അസോസിയേഷൻ, നമ്മുടെ മലങ്കര അസോസിയേഷൻ പോലെ അവരുടെ ഒരു അസോസിയേഷൻ കൂടുകയും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ കൊളംബോയിലും സിലോണിലും
ദക്ഷിണേന്ത്യയിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന തരത്തിൽ അവർക്കൊരു മെത്രാപ്പോലിത്തായെ വേണം എന്ന് ആവശ്യപ്പെട്ട് പേട്ടയിൽ നിന്ന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ കത്ത് മലങ്കരയിലെത്തുകയും അന്നത്തെ മലങ്കര സിനഡ് ഈ കത്ത് അംഗീകരിക്കുകയും അതിൻ പ്രകാരം ഫാദർ അൽവാറീസിനെ മെത്രാപ്പോലിത്ത ആക്കുവാനും തീരുമാനിച്ചു. അങ്ങനെ 1888 നടന്ന പേട്ടയിൽ നടന്ന ഈ ആലോചനാ യോഗത്തിന്റെ പരിണിത ഫലമായി ഫാദർ AFX അൽവാറീസിനെ കോട്ടയത്ത് പഴയ സെമിനാരിയിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ ബിഷപ്പായി വാഴിക്കുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് 1889 1889 ജൂലൈ മാസം 27-ാം തീയതി പഴയ സെമിനാരിയിൽ വെച്ച് ഫാദർ അൽവാറീസിനെ റംബാനായി പരിശുദ്ധനായ പരിമല തിരുമേനി വാഴിക്കുകയും 29-ാം തീയതി ജൂലൈ മാസം 29-ാം തീയതി അൽവാറീസ് യൂലിയോസ് ഒന്നാമൻ എന്ന പേരിൽ മെത്രാപ്പൊലീത്ത ആക്കുകയും ചെയ്തു. ഇതാണ് മലങ്കര സഭയിലേക്ക് അൽവാറീസ് തിരുമേനി അടങ്ങുന്ന സ്വതന്ത്ര കത്തോലിക്ക സഭയുടെ വരവിന്റെ ഒരു കഥ. 1885 തുടങ്ങിയ പാദ്രാദോ ഡിഫൻസ് മൂവ്മെന്റും അത് ഇൻഡിപെൻഡന്റ് കാത്തലിക് അസോസിയേഷനായി മാറുകയും തുടർന്ന് അവരുടെ ആവശ്യപ്രകാരം അന്നത്തെ മലങ്കര സഭയുടെ പൗരോഹിത്യ പിന്തുടർച്ച അവകാശം അല്ലെങ്കിൽ അവരുടെ എക്ലീസിയാസ്റ്റിക്കൽ സപ്പോർട്ട് ഈ സമൂഹത്തിന് നൽകപ്പെടുകയും ചെയ്തു. 1889 ജൂലൈ മാസം 29-ാം തീയതി കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് അന്നത്തെ മലങ്കര മെത്രാപ്പൊലീത്തായുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മലങ്കര മെത്രാപ്പൊലീത്തായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 4 മെത്രാപ്പൊലീത്താമാരുടെ സഹകാർമ്മികത്വത്തിലും പരിശുദ്ധനായ പരിമല തിരുമേനി, കടവിൽ അത്താനാസിയോസ് തിരുമേനി, മുറിമറ്റത്തിൽ ഇവാനിയോസ് തിരുമേനി എന്നിവരുടെ സാന്നിധ്യത്തിൽ ആണ് അൽവാറീസ് അച്ഛനെ മാർ അൽവാറീസ് ജൂലിയസ് ഒന്നാമൻ എന്ന പേരിൽ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷൻ ചർച്ച് ഓഫ് സിലോൺ, ഗോവ ആൻഡ് ഇന്ത്യ എക്സ്ക്ലൂഡിംഗ് മലബാർ എന്ന നാമധേയത്തിൽ വാഴിച്ചു. ഇത് മലങ്കര സഭയുടെ ചരിത്രത്തിലെ ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ ബഹുസ്ഫുരണമായി. നാം ഓർക്കണം, അദ്ദേഹത്തെ വാഴിച്ചത് ജൂലിയോസ് ഒന്നാമൻ എന്ന പേരിലാണ്. അതേസമയം പത്രോസ് പാത്രിയർക്കീസ് വാഴിച്ചിരുന്ന കോനാട്ടെ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഉണ്ടായി കാലം ചെയ്തതായിരുന്നു. കോനാട്ടെ യൂലിയോസ് മെത്രാപ്പൊലീത്ത കാലം ചെയ്തതിന് ശേഷം യൂലിയോസ് ഒന്നാമൻ എന്ന നാമധേയത്തിലാണ് ഇദ്ദേഹത്തെ വാഴിക്കുന്നത്. ഇത് മലങ്കര സഭയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തപ്പെടേണ്ട വസ്തുതകളിലൊന്നാണ്. രണ്ടാമത്, ഇദ്ദേഹത്തെ വാഴിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന നാമധേയം മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷൻ ചർച്ച് ഓഫ് സിലോൺ, ഗോവ ആൻഡ് ഇന്ത്യ എക്സ്ക്ലൂഡിംഗ് മലബാർ എന്നാണ്. സിലോണിന്റെയും ഗോവയുടെയും ഇന്ത്യയിൽ മലബാർ ഒഴിച്ച് മലങ്കര ഒഴിച്ചുള്ള ഭാഗത്തിന്റെയും മെത്രാപ്പൊലീത്ത ആയിട്ടാണ്, ആർച്ച് ബിഷപ്പ് മെത്രാപ്പൊലീത്ത ആയിട്ടാണ് വാഴിച്ചത്. ഇത് മലങ്കര സഭയിൽ ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ തുടക്കമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കാരണം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ ഇടവക പത്രിക എന്ന് പറയുന്നത് മലങ്കര സഭയുടെ നാവായിരുന്നു. അഭിവന്ദ്യനായ പുലിക്കോട്ടിൽ മെത്രാസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിൽ നടന്നിരുന്ന ഒന്നാണ് ഇടവക പത്രിക. ഇടവക പത്രികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലങ്കര സഭയുടെ ഉപസഭയായി ബ്രാക്കറ്റിൽ ലത്തീൻ റീത്ത് ആയി ഒരു പുതിയ സഭയെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇങ്ങനെ ഇത് മനസ്സിലാക്കുമ്പോൾ അൽവാരീസ് തിരുമേനി ഇവിടെ വന്ന് വിശ്വാസം പഠിച്ച് തിരിച്ചു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പരിമൽ തിരുമേനി എഴുതിയ കുറിപ്പുകളിൽ ഒന്നിൽ ഇങ്ങനെ പറയുന്നു: വിശ്വാസം സാധൂകരിച്ച്, വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന ന്യൂനതകൾ പരിഹരിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു ഉപസഭയായി, ഒരു ലത്തീൻ റീത്തായി ആണ് ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷനെ മലങ്കര സഭയിലേക്ക് ഉൾക്കൊണ്ടത് എന്നത് ഒരു ശ്രദ്ധേയമായ വസ്തുതയാണ്. ഇത് ഒരു വിശാലമായ കാഴ്ചപ്പാടായിരുന്നു. ഇന്നിൻ്റെ പ്രാധാന്യത്തിൽ ഇതിനെ നാം ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ അന്നത്തെ പിതാക്കന്മാരുടെ വിശാല മനസ്കതയെ നമുക്ക് ബോധ്യമാണ്. കാരണം 1880-കളിൽ സ്വയം ശീർഷകത്വം ആഗ്രഹിച്ചിരുന്ന മലങ്കര സഭ സ്വയംഭരണ അവകാശത്തോടു കൂടി ഒരു ഉപസഭയെ രൂപീകരിച്ചു. ഇതായിരുന്നു ഈ വലിയ സംഭവത്തിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്ന വസ്തുത. ഇങ്ങനെ മലങ്കര സഭയിലേക്ക് ചേർന്ന അഭിവന്ദ്യനായ അൽവാരീസ് യൂലിയോസ് ഒന്നാമൻ, മലങ്കര സഭയുടെ ഭാഗമായി തീർന്ന അൽവാരീസ് യൂലിയോസ് ഒന്നാമന്റെ സഭ സിലോണിലും ഗോവയിലും പെനിൻസുലാർ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ കന്യാകുമാരി, തൂത്തുക്കുടി, ഡിണ്ടിഗൽ, നാഗർകോവിൽ തുടങ്ങി മഹാരാഷ്ട്രയിലെ സാവന്ത്വാടി, പൂനെ, ബോംബെ മുതലായ പല ഭാഗങ്ങളിലേക്കും അതിവേഗം പടർന്ന് പന്തലിച്ചു. നിങ്ങൾക്ക് ഈ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ ഭംഗിയായി കാണാവുന്ന ഒന്നാണ്. ഇങ്ങനെ ഒരു വലിയ സഭയായി ഏതാണ്ട് 60-ലധികം ദേവാലയങ്ങൾ ഉണ്ടായിരുന്നു. നാം മനസ്സിലാക്കണം, മലങ്കര സഭയെ 7 മെത്രാസനങ്ങളായി തിരിക്കുമ്പോൾ ഓരോ മെത്രാപ്പൊലീത്തായുടെയും കീഴിൽ ഏതാണ്ട് 20-നും 30-നും ഇടയിൽ ദേവാലയങ്ങൾ ഉള്ള സമയത്ത് അന്നത്തെ ഇൻഡിപെൻഡന്റ് കാത്തലിക് മിഷൻ ചർച്ചിന് ഏതാണ്ട് 60-ലധികം ദേവാലയങ്ങളും ഒരു വലിയ സംഖ്യ, ഏതാണ്ട് 1 ലക്ഷത്തോളം അധികം വരുന്ന വിശ്വാസികളുമുണ്ടായി. പക്ഷേ വൈദികരുടെ അളവ് വളരെ കുറവായിരുന്നു. ഇതൊരു വസ്തുതയാണ്. വൈദികരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഗോവയിലും സിലോണിലുമൊക്കെ വൈദികർ വളരെ കുറവായിരുന്നു. എന്നാൽ മലങ്കരയിൽ നിന്നും ഒരുപാട് വൈദികർ ഇവരുടെ ഈ മിഷനിലേക്ക് മലങ്കര സഭ നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അൽവാരീസ് മാർ യൂലിയോസ് എന്ന ഗോവക്കാരനായ മെത്രാപ്പൊലീത്ത മലങ്കര സഭയുടെ ഭാഗമാകുന്നത്. ഇത് നമ്മിൽ പലർക്കും അറിയാവുന്ന വസ്തുതയാണ്. പ്രിയമുള്ളവർ, ഇവിടെ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ കൂടി പുതിയതായി ഇതിനോട് ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലങ്കര സഭയുടെ ഉറ്റതോഴനായി, മലങ്കര സഭയുടെ സന്തത സഹചാരിയായി മുൻപോട്ട് പോയ ഒരു മെത്രാപ്പൊലീത്ത ആയിരുന്നു അൽവാരീസ് മാർ യൂലിയോസ്. ധീരമായ പ്രവർത്തനം. അദ്ദേഹത്തെ പിന്തുണച്ചതിൽ മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനിയുടെയും ശ്രേഷ്ഠമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നത് വസ്തുതയാണ്. അത് നമുക്കൊരിക്കലും വിസ്മരിക്കുവാൻ പാടില്ല. മലങ്കര അസോസിയേഷൻ, മലങ്കര സഭ നേരിട്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു അൽവാരീസ് മാർ യൂലിയോസ്.
ഇദ്ദേഹത്തിൻ്റെ സഭയുടെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. 1889 മെത്രാപ്പോലീത്ത ആയതിനു ശേഷം തിരിച്ച് സിലോണിലേക്ക് ചെല്ലുകയും സിലോണിൽ വിശുദ്ധ വസ്ത്രം അല്ലെങ്കിൽ മെത്രാപ്പോലീത്തയ്ക്ക് അനുയോജ്യമായ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ കേസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയും അതിനുശേഷം ആ കേസിൽ വിജയിക്കുകയും ഒക്കെ ചെയ്യും. അന്ന് അവർ ലേഡി ഓഫ് ഗുഡ് ഡെത്ത്, കൊളംബോയിലെ ഹൾസ്ഡോർഫ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അവർ ലേഡി ഓഫ് ഗുഡ് ഡെത്ത് എന്ന ദേവാലയം ആസ്ഥാനമാക്കി ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതോടൊപ്പം ഗോവയിലും ഇദ്ദേഹത്തിന് ഒരു ചെറിയ സമൂഹമുണ്ടായിരുന്നു. പക്ഷേ ഗോവയിലെ സമൂഹത്തിന് പലപ്പോഴും ഇദ്ദേഹത്തിന് പരിപൂർണമായ പിന്തുണ പരസ്യമായി നൽകുവാൻ ബുദ്ധിമുട്ടായി. ഇത് വളരെ വ്യക്തമായ ചില പഠനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഫോർട്ടുനാസിനടുത്തുള്ള മലൈ എന്ന് പറയുന്ന സ്ഥലത്തെ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ വിശ്വാസികൾ അൽവാരീസ് തിരുമേനിയോട് ചേർന്നു നിന്നവരായിരുന്നുവെന്ന് പല ചരിത്ര പഠിതാക്കളും വ്യക്തമാക്കി. ഇതോടൊപ്പം ഇൻഡിപെൻഡന്റ് കാത്തലിക് എന്ന് പറയുന്ന അൽവാരീസ് തിരുമേനിയുടെ സഭയുടെ മുഖപത്രത്തിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോവയിലും സിലോണിലും ഉണ്ടായിരുന്ന വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ കത്തോലിക്ക സഭയുടെ എതിർപ്പ് മൂലവും ചില സാമൂഹിക പ്രശ്നങ്ങൾ മൂലവും ഒരു പ്രത്യേക കാലഘട്ടത്തോടടുത്ത് വന്നപ്പോൾ, പ്രത്യേകിച്ച് ഏതാണ്ട് 1905 ശേഷം ഒന്ന് മന്ദീഭവിച്ചു. എങ്കിലും വിശ്വാസ തീഷ്ണതയിൽ ഉറച്ചു നിന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. കാരണം ആദ്യകാലങ്ങളിൽ വന്നു ചേർന്ന വൈദികർ അവർക്ക് വലിയ പിന്തുണ നൽകി. ഇതേ കാലഘട്ടത്തിൽ 1893 മലങ്കര സഭ 892 ഏതാണ്ട് മെയ് 29 അഭിവന്ദ്യനായ അൽവാരീസ് തിരുമേനിയുടെ ഇടപെടൽ മൂലവും മലങ്കര സഭയുടെ തീരുമാനത്തിൻ്റെയും പ്രകാരം നോർത്ത് അമേരിക്കയ്ക്ക് വേണ്ടി റെനി വിലാത്തി മാർ തിമോത്തിയോസ് എന്ന ഒരു മെത്രാപ്പോലീത്തായെ വാഴിക്കുകയും അങ്ങനെ ലോകത്തുണ്ടായിരുന്ന ഇൻഡിപെൻഡന്റ് കാത്തലിക് മൂവ്മെന്റിനും ഓൾഡ് കാത്തലിക് മൂവ്മെന്റിനും മലങ്കര സഭയോട് ചേർത്ത് നിർത്തുവാൻ സാധിച്ചു എന്നതും പ്രസ്താവ്യം. ഈ കാലഘട്ടത്തിൽ 1892 കാലഘട്ടത്തിൽ സിലോണിലെ പല ദേവാലയങ്ങളിലും, പ്രത്യേകിച്ച് കൊളംബോ, പേട്ട, മന്നാറിൽ ഒരു വലിയ മിഷൻ ഉണ്ടായിരുന്നു. ഫാദർ അബ്രുവിന്റെ നേതൃത്വത്തിൽ അബ്രൂസ് മിഷൻ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഒരു വലിയ തലവേദനയായിരുന്നു, വളരെ ശക്തമായ ഒരു മിഷൻ. പിന്നീട് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അബ്രുവിനെ അവരവിടുന്ന് നീക്കം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്നും മന്നാറിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് പരപ്പടാങ്കൽ, പള്ളിമുനെ തുടങ്ങിയ ഭാഗങ്ങൾ ഇന്നും വിശ്വാസികൾ നിലകൊള്ളുന്നു എന്നത് വളരെ പ്രസ്താവന. ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മിഷണറി ആയിരുന്നു ഫാദർ ലൂയിസ് മറിയാനോ സൊവാറിസ്. ഇദ്ദേഹം ഗോവക്കാരനായിരുന്നു. അൽവാരീസ് തിരുമേനിയുടെ മിഷനിൽ, അൽവാരീസ് തിരുമേനിയുടെ സഭയിൽ അതിൻ്റെ വികാർ ജനറലായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം 1893 തിരുച്ചിറപ്പള്ളിയിൽ ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാകുകയും ആ മൂവ്മെന്റിന് നേതൃത്വം വഹിക്കുവാൻ തിരുച്ചിറപ്പള്ളിയിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹം ജാഫ്നയിൽ നിന്ന് തലൈമന്നാർ വഴിയാണ് വരുന്ന വഴികളിലൊക്കെ വലിയ സ്വീകരണം നൽകുന്നതായി ഇടവക പത്രിക വളരെ വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലമായി തിരുച്ചിറപ്പള്ളി, നാഗർകോവിൽ, കന്യാകുമാരി ഭാഗങ്ങളിൽ, കല്ലിയാങ്കുളം ഈ ഭാഗങ്ങളിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുകയും അനേകം കത്തോലിക്ക വിശ്വാസികൾ മലങ്കര സഭയോട് അല്ലെങ്കിൽ അൽവാരീസ് മെത്രാപ്പൊലീത്തായുടെ ഈ ഉപസഭയോട് ചേർന്നു. ഇദ്ദേഹം 3 തവണ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പല പത്രങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഫാദർ ലൂയിസ് മറിയാനോ സൊവാറിസ്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ
നാഗർകോവിൽ, കന്യാകുമാരി ഭാഗങ്ങളിൽ ഒരുപാട് വൈദികരെ മലങ്കരയിൽ നിന്ന് നിയോഗിക്കുന്നതായി കാണാം. അന്ന് ചേന്നങ്കരി പള്ളി വികാരിയായിരുന്ന ഒരു യാക്കോബച്ചൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം കൊച്ചിയിൽ അൽവാരിസ് തിരുമേനിക്ക് ഒരു ദേവാലയം ഉണ്ടായിരുന്നു. കൊച്ചിയിൽ സൗദി നസ്രത്ത് സൗദി പള്ളി എന്ന് പറയും. ആ പള്ളി ഇടവകക്കാരനായിരുന്ന ഫാദർ പീറ്റർ ലൈമ. ഇവരെയൊക്കെ അഭിനന്ദനായ പുലിക്കോട്ടൻ തിരുമേനി നാഗർകോവിലിനേക്ക് നിയമിക്കുന്നു. അങ്ങനെ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നാഗർകോവിൽ, കല്ലിയാങ്കുളം, പുതുക്കോട്ടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലും, ദിണ്ടികൾ, ഈ ഭാഗങ്ങളിലൊക്കെ പുതിയ പുതിയ ദേവാലയങ്ങൾ ഉണ്ടാവുകയും ഇവരൊക്കെ വലിയ വലിയ പീഡനങ്ങൾ സഹിച്ചവരാണ്. കാരണം കത്തോലിക്ക സഭയുമായി വലിയ യുദ്ധങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇവരെ പലവട്ടം ആക്രമിച്ചതായും 3 തവണ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നിട്ടുണ്ട്. ഒരു തവണ ട്രെയിനിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരികയും വലിയൊരു യോഗം വരെ കൂടുകയും ചെയ്തിട്ടുണ്ട്. അവിടെയുമൊക്കെ ഈ സൊവാറിസ് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മിഷൻ വീരനായിരുന്നു. ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ മൂലം തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തൃച്ചി, നാഗർകോവിൽ, ദിണ്ടികൾ മുതലായ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മധുര, ഈ ഭാഗങ്ങളിലൊക്കെ ഇന്നും ചില കമ്മ്യൂണിറ്റികൾ നാം അറിയപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു പഠനമാണ് OCP മാർപ്പ് നടത്തിയത്. 2010 വളരെ അപ്രതീക്ഷിതമായ ഒരു പഠനയാത്രയ്ക്കിടയിലാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഒരു ചിത്രം വരച്ച ഒരു സ്ഥലം കണ്ടെത്തുകയും അവിടെ ചെന്ന് അവരുമായി സംസാരിച്ചപ്പോൾ അവര് പരിമല അയ്യ എന്ന് പറയുന്ന ഈ പരിശുദ്ധന്റെ നാമത്തിൽ സിദ്ധവൈദ്യം നടത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവിടെ തുടങ്ങിയ പല പ്രവർത്തനങ്ങളും ആണ് ഇത്തരം പഠനത്തിലേക്ക് ഞങ്ങൾ നയിച്ചു. മലങ്കര സഭയിലെ, അല്ലെങ്കിൽ മലങ്കര സഭയ്ക്ക് ഊടും പാവും നൽകിയ പിതാക്കന്മാരോട് കൂടെ നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കൂട്ടം വൈദികരും വിശ്വാസികളും ഉണ്ടായി. ഈ യാത്രക്കിടയിൽ ദിണ്ടിഗലിന് സമീപമുള്ള 2 ദേവാലയങ്ങൾ, ഒന്ന് മുത്തലകുപെട്ടി എന്ന് പറയുന്ന ഒരു ദേവാലയമാണ്. ഇന്ന് അത് കത്തോലിക്ക സഭയുടെ കയ്യിൽ വന്നില്ല. അത് ഇപ്പോൾ ഒരു കടമുറിയൊക്കെ ആയി പോയിരിക്കുന്ന ഒരു ദേവാലയമാണ്. ദേവാലയ സ്ട്രക്ചർ അവിടെയുണ്ട്. മുത്തലകുപെട്ടി. ഇതിനോട് ചേർന്നാണ് ലൂയിസ് മറിയാനോ സൊവാറിസ് എന്ന് പറഞ്ഞ ഈ വൈദികനെ സംസ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ദിണ്ടിഗലിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 10-12 കിലോമീറ്റർ മുമ്പുള്ള ചെമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് സെന്റ് ജെയിംസ് ഇൻഡിപെൻഡന്റ് കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ദേവാലയമുണ്ട്. ഇന്നും ആ ദേവാലയം ഒരു സ്വതന്ത്ര ദേവാലയമായി നിൽക്കുന്നു. അത് കത്തോലിക്ക സഭയുടെ കൂടെയല്ല, ഇന്നും വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു വിശ്വാസ സമൂഹം ഉള്ള ദേവാലയമാണ്. ഭാഗ്യവശാൽ നമുക്ക് ആ ദേവാലയം സന്ദർശിക്കുവാനും ചെന്നൈ മദ്രാസനാധിപനായിരുന്ന അഭിനന്ദ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത അവിടെ വന്ന് ദേവാലയം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം ദിണ്ടിഗൽ അവർ ലേഡി ഓഫ് 7 ഡോളോസ് എന്ന് പറഞ്ഞ ഒരു ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന്റെ സ്ട്രക്ചർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വലിയൊരു ദേവാലയമാണ്. ആ ദേവാലയത്തിന്റെ സ്ട്രക്ചർ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. കാരണം ആ ദേവാലയം അവർക്ക് പൊളിച്ചു കളയാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവിടെയുള്ള ക്രിസ്ത്യാനികൾ പലരും കത്തോലിക്ക സഭയോട് ചേർന്നു എങ്കിലും ഇപ്പോഴും അവരതിൽ വലിയ വിശ്വാസത്തിൽ കാണുന്ന ഒരു ദേവാലയമാണ്. ഇങ്ങനെ ഈ ദിണ്ടിഗലിന്റെ ഭാഗങ്ങളിൽ പല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അൽവാരിസ് തിരുമേനിയുടെ മിഷനിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വളരെ പ്രസ്താവ്യമാണ്. ഇതിന്റെ ഭാഗമായി ഇതിന്റെ മിഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചെന്നൈ ഭദ്രാസനവുമായി ബന്ധപ്പെടുകയും 2013 ഭദ്രാസന സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട പ്രദീപ് പൊന്നച്ചനച്ചനും ബ്രദർ സുബിനും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഇവരുടെ നിർദ്ദേശവും റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ
അഭേന്ത്യ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെ ഒരു മിഷൻ സെന്റർ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇത് OCP മാർപ്പിൻ്റെ പഠനത്തിൻ്റെ ഒരു വലിയ ഔട്ട്പുട്ടായി. കാരണം ഇവിടെയുള്ള അൽവാരിസ് മിഷനുമായി ചേർന്ന് നിന്ന ആളുകളെ ഏകോപിപ്പിക്കാൻ ഇത് കാരണമായ ഒന്നാണ്. ഇതേ തുടർന്ന് ഞങ്ങളുടെ പഠനത്തിൽ രണ്ടാമത് വന്നത് മധുരയുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളായി. അവിടെ നിന്ന് ഞങ്ങൾക്ക് അൽവാരിസ് തിരുമേനിയുടെ കീഴിലുണ്ടായിരുന്ന ചില ദേവാലയങ്ങളിൽ നിന്ന് അവരുപയോഗിച്ചിരുന്ന തബ്ലീത്ത കണ്ടെടുക്കുവാൻ സാധിച്ചു. ഇതും സഭയുടെ ചെന്നൈ ഭദ്രാസന അരമനയിൽ, താമ്പരത്തുള്ള പഴയ അരമനയിൽ അവരുടെ ആവശ്യപ്രകാരം അവർ സൂക്ഷിക്കുവാൻ നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇന്നും ഈ ദേവാലയങ്ങൾ പൊളിച്ചു മാറ്റപ്പെടാതെ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രസ്താവ്യമാണ്. ഇതുപോലെ തന്നെ സാവന്തുവാടിയിലെ സെന്റ് മിലഗ്രിസ് ദേവാലയം, വെച്ചി ഭാഗത്തുണ്ടായിരുന്ന സെന്റ് ആന്റണീസ് ദേവാലയം ഒക്കെ അൽവാരിസ് മെത്രാപ്പൊലീത്തയോട് കൂടെ നിന്നിരുന്ന ദേവാലയങ്ങളാണ്. മറ്റ് പല ഭാഗത്തും പല ദേവാലയങ്ങളും നാം ഇതുവരെ കണ്ടെത്തപ്പെടുവാൻ സാധിക്കാത്തതായ ഒരുപാട് ദേവാലയങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും വലിയ ഒരു പരിശ്രമത്തിൻ്റെ, ഒരു ചരിത്ര പഠനത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ നമുക്ക് കണ്ടെത്താൻ സാധിച്ച ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചിലതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ മിഷൻ പ്രവർത്തനം. ഇത് പൂനെയിലും സാവന്തുവാടിയിലും ബോംബെയിൽ ബൈക്കുള എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ദാദർ, ബൈക്കുള ഭാഗങ്ങളിൽ വലിയ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഹോണവാർ മിഷനിലേക്ക് ചേർന്നു പോയത്. നമുക്കറിയാം, ഹോണവാർ മിഷൻ എന്ന് പറയുന്നത് ഇന്ന് അന്ത്യോക്യൻ സഭയുടെ കീഴിൽ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ളതാണ്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഹോണവാർ മിഷനിലേക്കുള്ള വൈദികരെ പട്ടം കെട്ടിയതൊക്കെ ബസേലിയൂസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബായുടെ നേതൃത്വത്തിലായി. അങ്ങനെ ഹോണവാർ മിഷനും ഇന്ന് നമ്മുടെ കൂടെ ഉള്ള ബ്രഹ്മവാർ മിഷൻ, അത് വളരെ പ്രസ്താവ്യമായ ഒരു വിഷയമാണ്. കൊങ്കിണി ആചാരങ്ങളോടുകൂടി നിലനിൽക്കുന്ന ബ്രഹ്മവാർ മിഷൻ ഇന്ന് അത് സഭയുടെ ഒരു ഭദ്രാസനമായി മാറിയിട്ടുണ്ട്. എന്നാൽ ഒരു വിശാലമായ കാഴ്ചപ്പാട് മലങ്കര സഭയുടെ കീഴിലുണ്ടായിരുന്ന 2 തദ്ദേശീയമായ ഉപസഭകൾ ആണ് ഇത് എന്നത് നാം വിസ്മരിച്ചുകൂടാ. കാരണം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു. വളരെ അടുത്ത കാലം വരെ ബ്രഹ്മവാറിലും ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാന രീതികൾ നിലനിന്നു. ഈ അടുത്ത കാലങ്ങളിലാണ് സുറിയാനിവൽക്കരണം അമിതമായി വരികയും അത് പലപ്പോഴും നീങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മലങ്കര സഭയുടെ അനുദിന പ്രവർത്തനങ്ങളിൽ ഈ പിതാക്കന്മാർ നൽകിയ സംഭാവനകൾ വളരെ വലുതായിരുന്നു. 1910 മലങ്കര സഭയിൽ ഒരുപാട് പ്രശ്നങ്ങൾ രൂപം കൊണ്ടു. പ്രത്യേകിച്ച് സഭാ വഴക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം. ഈ കാലഘട്ടത്തിലൊക്കെ മലങ്കര സഭയുടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അൽവാരിസ് തിരുമേനി വഹിച്ച സ്ഥാനം വലുതായി. അതോടൊപ്പം മലങ്കര സഭയുടെ പല ദേവാലയങ്ങളും കൂദാശ ചെയ്യുവാനും അതിൽ സഹകാർമ്മികനാകുവാനും ഒക്കെ അൽവാരിസ് തിരുമേനി സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ വിശുദ്ധ നാട് സന്ദർശന സമയത്ത് നിരണത്തിൻ്റെയും തുമ്പമണ്ണിൻ്റെയും കൊല്ലത്തിൻ്റെയും ചുമതല ഭരമേൽപ്പിച്ചത് അൽവാരിസ് തിരുമേനിയായി. ഞാൻ പറഞ്ഞല്ലോ, മലങ്കര സഭയിലെ പല ദേവാലയങ്ങളും, പ്രത്യേകിച്ച് നമുക്കറിയാം പല ദേവാലയങ്ങളിലും അദ്ദേഹത്തിൻ്റെ അപ്പോസ്തോലിക സന്ദർശനം നടത്തുകയും അവിടെ കുദാശകളിൽ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നാം ഓർത്തിരിക്കേണ്ട വലിയ അതിപ്രധാനമായ ഒരു സംഗതി, 1911 അന്ന് അബ്ദുള്ള പാത്രിയർക്കീസ് മലങ്കരയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അതിനെതിരെ അതിശക്തമായി തൂലിക ചലിപ്പിച്ച വ്യക്തികളിൽ ഉള്ള ഒരാളായിരുന്നു
അഭിയന്തനായ അൽവാരിസ് തിരുമേനി. അൽവാരിസ് തിരുമേനിയും മുറിമറ്റത്തിൽ തിരുമേനിയും കൂടി ഒരുമിച്ച് എഴുതിയ കൽപ്പനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടി അതിശക്തമായി നിന്നു എന്നതാണ് അൽവാരിസ് തിരുമേനിയിൽ നാം കാണുന്ന അതിശ്രേഷ്ഠത. സാമൂഹിക ജീവിതത്തിലും സാമൂഹിക പരിഷ്കരണത്തിലും ഇൻഡിപെൻഡൻറ്റ് കാത്തലിക് മിഷൻ അതിശ്രേഷ്ഠമായ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അൽവാരിസ് തിരുമേനി ഏതാണ്ട് 8ഓളം പ്രസിദ്ധീകരണങ്ങൾ ഇറക്കിയിരുന്നു. ആ കാലഘട്ടങ്ങളിൽ സാമൂഹിക പ്രസ്ഥാനത്തിന്, സാമൂഹിക നവോത്ഥാനത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ ഒക്കെ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. സാമ്പത്തിക രംഗത്ത്, പ്രത്യേകിച്ച് ഗോവയിലെ സാമ്പത്തിക രംഗത്ത് ഇദ്ദേഹം അതിശക്തമായി ഇടപെട്ടിരുന്നു. പലപ്പോഴും പല ലഘുലേഖകൾ വഴിയും യുവജനങ്ങളെ ഉത്തേജിപ്പിക്കുകയും അവരുടെ അമിതമായ പണച്ചെലവ് ഒഴിവാക്കുന്നതിന് കൃഷി, അഗ്രേറിയൻ എക്കണോമി സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. മലങ്കരയിൽ വന്ന് കപ്പകൃഷി എങ്ങനെയാണ് എന്ന് പഠിച്ചിട്ട് ഹൗ ടു കൾട്ടിവേറ്റ് കസാവ എന്ന ഒരു പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഗ്രാഫ്റ്റിംഗ്, മാവ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ടും ഒരുപാട് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആവശ്യത്തിൽ അതിശക്തമായി പോർട്ടുഗീസ് ഗവൺമെന്റിനോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. സാധുജന സംരക്ഷണ മേഖലയിൽ അൽവാരിസ് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ അതിശ്രേഷ്ഠമായിരുന്നു. ജീവിതത്തിന്റെ അവസാനം 1918 അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് കാത്തലിക് മിഷന്റെ ബിഷപ്പ് പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും തുടർന്ന് ഗോവയിൽ അദ്ദേഹത്തിൻ്റെ വീട് ഒരു സാധുജന പരിപാലന കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. നമുക്കറിയാം, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോളം വിശ്വാസികളെ ചേർത്ത് പിടിച്ച ഒരു വലിയ പിതാവായിരുന്നു അൽവാരിസ് യൂലിയോസ് ഒന്നാമൻ. മലങ്കര സഭയുടെ ചരിത്രത്തിൽ അതിശ്രേഷ്ഠനായി നിന്ന ഒരു പിതാവ്. അദ്ദേഹത്തിൻ്റെ ദേവാലയങ്ങൾ പിന്നീട് അലക്സിയോസ് തേവദോസിയോസ് തിരുമേനിയും തോമാമാർ ദിവന്നാസിയോസ് തിരുമേനിയും ഒക്കെ സന്ദർശിക്കുകയും അവിടെ നിന്ന് അവരുടെ വിസിറ്റേഴ്സ് ഡയറിയൊക്കെയും കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിശ്രേഷ്ഠനായി മലങ്കര സഭയെ നയിച്ച ഒരു മഹാനായ പിതാവായിരുന്നു അൽവാരിസ് മാർ യൂലിയോസ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണ മലങ്കര സഭയ്ക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് വെളിയിൽ പോലും പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തെ ഒരു വിശുദ്ധനായി ഉൾക്കൊള്ളുന്ന ഒരുപാട് സഭകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ നടത്തുവാൻ ഭാഗ്യവശാൽ എനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഈ പുസ്തകങ്ങൾ അൽവാരിസ് തിരുമേനിയെ മാത്രമല്ല, മലങ്കര സഭയിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിലൊക്കെ ഉണ്ടായിരുന്ന വെസ്റ്റേൺ റൈറ്റ്, പൗരസ്ത്യ റീത്തുകളെ സംബന്ധിച്ച പുസ്തകങ്ങളാണ്. ഇതിൽ അൽവാരിസ് തിരുമേനിയുടെയും റനിവിലാത്തി തിരുമേനിയുടെയും ജീവിത ചരിത്രവും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. വെസ്റ്റേൺ റൈറ്റ് ഓഫ് സിറിയക് മലങ്കര ഓർത്തഡോക്സ് ചർച്ചസ് എന്ന പേരിൽ, വെസ്റ്റേൺ റൈറ്റ് ഓഫ് സിറിയക് മലങ്കര ഓർത്തഡോക്സ് ചർച്ചസ് എന്ന പേരിലാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 2 വോളിയമുണ്ട്. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ഉള്ളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മലങ്കര സഭയിൽ അൽവാരിസ് തിരുമേനിയും റനിവിലാത്തി തിരുമേനിയും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ആഴമായ പഠനം നിങ്ങൾക്ക് ലഭ്യമാകും. ഇങ്ങനെ ഒരു അവസരം എനിക്ക് നൽകിയ അബൂന്ത മിസ്മായോ ഗ്രൂപ്പിനോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടുമുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മഹാനായ പരിശുദ്ധനായ അൽവാരിസ് തിരുമേനിയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഏവർക്കും കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.